ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആരാണ് റാപ്പർ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1970കളിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെ ബ്രോക്സിൽ ആഫ്രിക്കൻ അമേരിക്കൻ ലാറ്റിനോ സമുദായങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഹിപ്പ് ഹോപ്പ് സംഗീതം. സാധാരണയായി ഹിപ്പ് ഹോപ്പ് സാമൂഹിക അനീതി, വംശീയത, ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇതുവഴി യുവാക്കൾക്ക് സ്വന്തം ശബ്ദം ഉയർത്താൻ വേദി ഒരുക്കുന്നു. ഹിപ്പ് ഹോപ്പ് സംഗീതത്തിൽ റാപ്പ് ചെയ്യുന്ന ഒരു കലാകാരനെ സൂചിപ്പിക്കുന്ന പദമാണ് റാപ്പർ. റാപ്പർമാർ വാക്കുകളെ താളാത്മകമായി ഉച്ചരിക്കുകയും പലപ്പോഴും സാമൂഹിക, വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ അവരുടെ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രശസ്തരായ റാപ്പർമാരിൽ ജെയ്സി, കെൻഡ്രിക് ലാമർ, ഡ്രേക്ക്, എമിനം, ടുപ്പാക് ഷക്കൂർ, നൊട്ടോറിയസ്, B.I.G തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഹണി സിംഗ്, ബാദ്ഷാ, റാഫ്റ്റർ, ഡിവൈൻ, MC സ്റ്റാൻ തുടങ്ങിയവർ ജനപ്രിയ റാപ്പർമാരാണ്. റാപ്പ് എന്നത് താളാത്മകമായ സംസാര ശൈലിയാണ്. ഇതിൽ വാക്കുകൾ ഒരു താളത്തിനനുസരിച്ച് അടുക്കിയിരിക്കും. സാധാരണയായി ഇതിന് പിന്നിൽ ഒരു സംഗീത അകമ്പടിയും ഉണ്ടാകും. റാപ്പർമാർ തങ്ങളുടെ വരികളിലൂടെ കഥകൾ പറയുകയോ തങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും പങ്കുവെക്കുകയോ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറുണ്ട്. റാപ്പിന്റെ പ്രധാന ഘടകം താളമാണ്. വാക്കുകൾ ഒരു പ്രത്യേക താളത്തിൽ അടുക്കിയിരിക്കുന്നു. റാപ്പർമാർ എഴുതുന്ന വരികൾക്ക് പ്രാധാന്യമുണ്ട്. ഇത് വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, കഥകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചാകാം. റാപ്പർമാർ തങ്ങളുടെ ഗാനങ്ങൾ ഊർജ്ജസ്വലതയോടെയും തനതായ ശൈലിയിലും അവതരിപ്പിക്കുന്നു. റാപ്പിന് സാധാരണയായി ഒരു താങ്ങായി ഒരു സംഗീത ട്രാക്ക് ഉണ്ടാകും. ഇതിനെ ബീറ്റ് എന്നും പറയുന്നു. ഈ വീഡിയോയിലൂടെ ആരാണ് റാപ്പർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.